പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, എൻ്റെ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ ദൈവവചനം ഗൗരവമായിട്ട് എടുക്കാൻ എനിക്ക് കഴിഞ്ഞതിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കാരണം ഞാൻ വിശ്വസിക്കുന്നു, ദൈവം മനുഷ്യന് കൊടുത്ത ഒരേ ഒരു പുസ്തകം ഇതാണ്. ഞാൻ വീണ്ടും ജനിച്ച ഉടനെ തന്നെ, ഞാൻ ജനിച്ചത് സിറിയൻ ഓർത്തഡോക്സ് ജാക്കോബൈറ്റ് സഭയിലായിരുന്നു. ഞാനൊരു കുഞ്ഞായിരുന്ന സമയത്ത് തന്നെ എന്നെ സ്നാനപ്പെടുത്തി. അവിടെയാണ് ഞാൻ വളർന്നത്. എനിക്ക് 19.5 വയസ്സ് പ്രായമുള്ളപ്പോൾ മാത്രമാണ് ഞാൻ വീണ്ടും ജനിച്ചത്. എൻ്റെ പിതാവ് വീണ്ടും ജനിച്ച ആളായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഞങ്ങളെ ബ്രദറൻ അസംബ്ലിയിലുള്ള ഒരു സൺഡേ സ്കൂളിലാണ് അയച്ചത്. അതുകൊണ്ട് ചെറുപ്പത്തിൽ തന്നെ ഞാൻ സുവിശേഷം കേട്ടു. കർത്താവ് എൻ്റെ ഹൃദയത്തിൽ വരണമെന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് ഉറപ്പില്ലായിരുന്നു. എന്നാൽ ഒരു ദിവസം എനിക്ക് 19.5 വയസ്സുള്ളപ്പം നേവൽ ബേസിലുള്ള എൻ്റെ റൂമിൽ ഞാൻ ഇരിക്കുകയാണ്. യോഹന്നാൻ 6:37 ഞാൻ വായിക്കാനിടയായി. യേശു പറഞ്ഞതാണ്, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. ഞാൻ പറഞ്ഞു, കർത്താവ്, എത്രയോ തവണ ഞാൻ അങ്ങയുടെ അടുക്ക വന്നു. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ ഒരിക്കലും തള്ളിക്കളഞ്ഞിരുന്നില്ല. ആ ദിവസം എൻ്റെ രക്ഷയുടെ ഉറപ്പ് എനിക്ക് കിട്ടി. 64 വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു നങ്കൂരമിട്ടു. ഈ 64 വർഷമായിട്ട് എൻ്റെ കപ്പൽ ഒരിക്കലും ആടി ഉലഞ്ഞിട്ടില്ല. ഞാൻ ഒരിക്കലും തോറ്റുപോയില്ല എന്നല്ല, പല തെറ്റും ചെയ്തിട്ടുണ്ട്. എന്നാൽ എൻ്റെ കപ്പൽ കർത്താവിനെ സ്വീകരിച്ചു എന്നുള്ള ആ ഉറപ്പ്, അതൊരിക്കലും എനിക്ക് നഷ്ടമായില്ല. അത് നിശ്ചയമുള്ള കാര്യമായിരുന്നു. നിങ്ങൾക്കും ആ കാര്യത്തിൽ ഉറപ്പുണ്ടായിരിക്കണം. എന്നാൽ അതിനുശേഷം ഞാൻ ദൈവവചനം ഗൗരവമായിട്ട് എടുക്കാൻ തുടങ്ങി. 19.5 വയസ്സ് വരെ ഞാനൊരു നാമധേയ ക്രിസ്ത്യാനിയായിട്ട് ജീവിച്ചപ്പോൾ ഞാൻ ഒരിക്കലും ദൈവവചനം വായിച്ചില്ല. ഒരിക്കൽ പോലും വേദപുസ്തകം മുഴുവനായി ഞാൻ വായിച്ചില്ല. ഞാൻ ശരിക്കും വിശ്വസിച്ചോ, ദൈവം എഴുതിയ ഒരേ ഒരു പുസ്തകം അത് ദൈവവചനമാണെന്ന് ഞാൻ പറയും. ഞാൻ വിശ്വസിച്ചു. പിന്നെന്തുകൊണ്ടത് വായിക്കാൻ? അത് എനിക്ക് മടുപ്പാണ്. എനിക്ക് ചെയ്യാൻ മറ്റു പല കാര്യങ്ങളുണ്ട്. എനിക്കിതിന് സമയമില്ല. എൻ്റെ പരീക്ഷയ്ക്ക് പഠിക്കാൻ ഒത്തിരി കാര്യമുണ്ട്. എനിക്ക് ചെയ്യാൻ ഒത്തിരി ജോലിയുണ്ട്. ജോലിയിൽ പ്രമോഷൻ കിട്ടുന്നതാണ് എനിക്ക് വലുത്. ബൈബിൾ വായിച്ചോ ഇല്ലയോ എന്നുള്ളതൊന്നും പ്രധാനമല്ല. ഈ 19.5 വയസ്സ് വരെ അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്നറിയാമോ? എൻ്റെ ജീവിതം ഉയർന്നും താണുമുള്ള ഒന്നായിരുന്നു. ഞാൻ പിന്മാറ്റക്കാരനും ദൈവത്തിന് പ്രയോജനമില്ലാത്ത ഒരാളുമായിരുന്നു. എന്നാൽ ക്രിസ്തു എൻ്റെ ഹൃദയത്തിൽ വന്നപ്പം, എനിക്ക് ഉറപ്പുണ്ടായപ്പോൾ ഞാൻ ദൈവവചനത്തെ ഗൗരവമായിട്ട് എടുക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു, അങ്ങ് എഴുതിയ ഒരു പുസ്തകമേ ഉള്ളൂ. ചിന്തിച്ചു നോക്കൂ പ്രിയ സഹോദരിമാരെ, നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ വിട്ട് ദൂരെ ഒരു സ്ഥലത്താണെന്ന്, ദൂരെയുള്ള മറ്റൊരു രാജ്യത്ത്. അവനവിടെ ജോലിയാണെന്ന് അനേക നാളുകളായി നീ അവനെ കണ്ടിട്ട്. 10 പേജുള്ള ഒരു വലിയ കത്തവൻ നിങ്ങൾക്ക് അയക്കുന്നു. അതെഴുതാൻ ഒത്തിരി സമയമെടുത്തു. ആ കത്ത് നിങ്ങൾക്ക് കിട്ടി. അത് തുറന്ന് ഒരു വാക്ക് ഇവിടുന്ന് അവിടെ നിന്നൊക്കെ നിങ്ങൾ വായിച്ചു. പല പേജിൽ നിന്ന് അവിടുന്ന് ഇടും. എന്നിട്ട് നിങ്ങൾ അതവിടെ മേശപ്പുറത്ത് വെച്ചു. മാസങ്ങൾ അവിടെ കടന്നു. നീ നിൻ്റെ ഭർത്താവിനെ സ്നേഹിക്കുന്നോ? ഇല്ല. ഞാൻ പറയും, നീ അവിശ്വസ്തയായ ഒരു ഭാര്യയാണ്. നിനക്ക് പണം അയക്കാനായിട്ട് നിൻ്റെ ഭർത്താവ് വിദൂരെ എവിടെയോ ജോലി ചെയ്യുകയാണ്. അവൻ വളരെ സമയമെടുത്ത് 10 പേജുള്ള ഒരു ലെറ്റർ എനിക്ക് അയച്ചു. നീ തുറന്ന് അവിടുന്ന് ഇവിടുന്നുമൊക്കെ ചില വാക്യങ്ങൾ മാത്രം അതിൽ നിന്ന് വായിക്കുന്നു. ഇങ്ങനെയാണ് ആളുകൾ വേദപുസ്തകം വായിക്കുന്നത്. അവർ മുഴുവനും വായിക്കുകയല്ല. എന്നിട്ട് അവർ പറയും, ഓ, യേശു കർത്താവിൻ്റെ മണവാളനാണ്. ശരിക്കും 66 പുസ്തകങ്ങളുള്ള ഒരു കത്തവൻ നിങ്ങൾക്ക് തന്നു. അതിലെത്ര നിങ്ങൾ വായിച്ചിട്ടുണ്ട്? ദയവായി യേശു എൻ്റെ മണവാളനാണെന്ന് നിങ്ങൾ പറയാൻ ശ്രമിക്കരുത്, ഈ ദൈവവചനം വായിക്കാതെ. സ്വർഗത്തിൽ നിന്ന് അവൻ അയച്ച ആ ഒരു കത്ത് വായിക്കാതെ. ഞാൻ പറയാൻ ഞാൻ ചെയ്തത് 1959 ജൂലൈ മാസത്തിലാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. രക്ഷയുടെ ഉറപ്പ് എനിക്ക് കിട്ടിയത് അടുത്ത 6 മാസം കൊണ്ട്. അന്ന് ഞാൻ ജോലി ചെയ്യുകയാണ്. കൊച്ചിയിലുള്ള ആ നേവൽ ബേസിൽ ഞാൻ വളരെയധികം തിരക്കുള്ളവനായിരുന്നു. എന്നാൽ 6 മാസം കൊണ്ട് ഞാൻ ദൈവവചനം മുഴുവനും വായിച്ചു. ഞാൻ അല്പസമയം ഉറങ്ങണ്ടെന്ന് തീരുമാനിച്ചു. അത്രയും ചെയ്താൽ മതി. അരമണിക്കൂറത്തെ ഉറക്കം വേണ്ടാന്ന് വയ്ക്കുക. അരമണിക്കൂർ ഉറങ്ങാത്ത കൊണ്ട് നീ മരിക്കില്ല. പറയുക, കർത്താവേ, ഞാൻ നാളെ മുതൽ തുടങ്ങി 6 മാസം കൊണ്ട് ദൈവവചനം വായിക്കും. അരമണിക്കൂർ ഉറങ്ങണ്ടെന്ന് വയ്ക്കുക. നീ ആരോഗ്യമുള്ളവനായി തീരും. അരമണിക്കൂർ ഉറങ്ങണ്ടെന്ന് വെച്ചാൽ. എന്നിട്ട് ദൈവവചനം വായിക്കുക. ഞാൻ രോഗിയായില്ല, ഞാൻ ആരോഗ്യമുള്ളവനായി. എനിക്ക് കുറച്ചൊക്കെ മനസ്സിലായി, എല്ലാം എനിക്ക് മനസ്സിലായില്ല. എന്നാൽ അന്നു മുതൽ എൻ്റെ ഹൃദയത്തിൽ വലിയൊരു ദാഹം ആരംഭിച്ചു. എന്താണ് ദൈവം മനുഷ്യനോട് പറയാൻ ആഗ്രഹിക്കുന്നത് മനസ്സിലാക്കാൻ, എന്താണ് അവൻ എന്നോട് പറയുന്നതെന്നറിയാൻ. എന്നാൽ നിങ്ങൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കർത്താവിൻ്റെ വരവിന് വേണ്ടി തയ്യാറാകാൻ കഴിയില്ല. എങ്കിൽ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കമുള്ളവനായിരിക്കില്ല.
നിങ്ങൾക്കറിയാം കർത്താവിൻ്റെ ശുശ്രൂഷയിൽ കർത്താവ് ആദ്യം പറഞ്ഞ വാക്യം എന്താണെന്ന്. തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ യേശു ആദ്യം പറഞ്ഞ ആ വാക്ക് അത് നാം അറിഞ്ഞിരിക്കണം. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, ഇതാണ് യേശു പറഞ്ഞ ആദ്യത്തെ വാക്യം. പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടവൻ പറഞ്ഞതാണ്. ആ കല്ലപ്പമാക്കാനായിട്ട് പിശാച് അവനെ പ്രലോഭിപ്പിച്ചപ്പോൾ യേശു പറഞ്ഞു, മത്തായി 4:4, അതിപ്രകാരമാണ് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ആഹാരം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ കൂടെ വരുന്ന സകല വചനങ്ങൾ കൊണ്ട്. സകലം എന്നുള്ളതാണ് പ്രധാനം. മത്തായിയുടെ സുവിശേഷം 4:4 നമുക്കത് വായിച്ചു നോക്കാം. നിങ്ങളിൽ ചിലർക്ക് ഈ വാക്യം അറിയില്ലായിരിക്കും. മത്തായി 4:4. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, അത് വളരെ വ്യക്തമാണ്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്. മനുഷ്യന് 3 ആഗ്രഹങ്ങൾ ദൈവം അവനെ സൃഷ്ടിച്ചപ്പോൾ നൽകിയിട്ടുണ്ട്. ഭക്ഷണം, ഉറക്കം, ലൈംഗികത. ഇത് 3 നിങ്ങൾക്കുണ്ട്. അതുമാത്രം പോരാ, നിനക്ക് ദൈവത്തിൻ്റെ വായിൽ കൂടെ പുറപ്പെട്ടു വരുന്ന സകല വചനത്തിൻ്റെ ആവശ്യമുണ്ട്. വചനത്തിൻ്റെ 75% അല്ല. നിനക്ക് ജീവിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വായിൽ കൂടെ പുറപ്പെട്ടു വരുന്ന സകല വചനത്തിൻ്റെയും ആവശ്യം നിനക്കുണ്ട്. ഇവിടെ ഇത് അച്ചടിച്ചു വച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാമോ, ഏതാണ്ട് 1500 വർഷങ്ങളോളം ക്രിസ്ത്യാനികളുടെ കയ്യിൽ അച്ചടിച്ച ഒരു വേദപുസ്തകം ഇല്ലായിരുന്നു. അച്ചടി കണ്ടുപിടിച്ചത് 14-ാം നൂറ്റാണ്ടിലാണ്. ഞാൻ മനസ്സിലാക്കുന്ന ആദ്യമായിട്ട് വേദപുസ്തകം അച്ചടിച്ചത് 1460-ലോ മറ്റോ ആണ്. അതുകൊണ്ട് നിങ്ങൾ 15-ാം നൂറ്റാണ്ടിന് മുമ്പാണ് ജീവിച്ചതെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു വേദപുസ്തകം കാണത്തില്ല. നാം എത്ര ഭാഗ്യവാന്മാരാണ്, നമ്മുടെ കയ്യിൽ വേദപുസ്തകമുണ്ട്. ആ നാളുകളിൽ മത്തായി 4:4 നിങ്ങൾക്ക് എങ്ങനെ അനുസരിക്കാൻ പറ്റും? ശ്രദ്ധിച്ച് കേൾക്കുക. ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന സകല വചനങ്ങൾ കൊണ്ട്. എന്നാൽ അവരുടെ കയ്യിൽ ഒരു വേദപുസ്തകം ഇല്ല. എന്നാൽ അവരുടെ മനസ്സാക്ഷിയോട് ദൈവം എല്ലാ ദിവസവും സംസാരിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് മത്തായി 4:4 പ്രാഥമികമായിട്ട് നമ്മുടെ മനസ്സാക്ഷിയെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങളുടെ കയ്യിലൊരു വേദപുസ്തകം ഇല്ലെങ്കിലും. എന്നാൽ നിങ്ങളുടെ കയ്യിലൊരു വേദപുസ്തകം ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ട് നിങ്ങൾ വായിക്കണം. അങ്ങനെ നിങ്ങളുടെ മനസ്സാക്ഷി മൃദുലമാവും. എന്നാൽ നിങ്ങളുടെ കയ്യിൽ വേദപുസ്തകം ഇല്ലെങ്കിൽ തമിഴ്നാട്ടിലെ ഗ്രാമത്തിലുള്ള സാധുക്കളായിട്ടുള്ള അനേക സഹോദരിമാർക്ക് എഴുത്തും വായനയും അറിയുകയില്ല. എന്നാൽ അവർക്ക് മനസ്സാക്ഷിയുണ്ട്. ഞാൻ പറയുന്നത് ഇന്ന് തമിഴ്നാട്ടിലുള്ള ചില സാധുക്കളായ സഹോദരിമാരെ കുറിച്ചാണ്. നിങ്ങൾ പോയി അവരെ സന്ദർശിക്കണം. അത് നിങ്ങൾക്കൊരു വലിയ അനുഗ്രഹമായിരിക്കും. കേരളത്തിലുള്ള ധനികരെ മാത്രമല്ല, തമിഴ്നാട്ടിലുള്ള ഈ സാധുക്കളായവരെ നിങ്ങൾ സന്ദർശിക്കണം. നിങ്ങളുടെ അവധി സമയത്ത് 3-4 ദിവസം അത് നിങ്ങളെ ശരിക്കും അനുഗ്രഹിക്കും. എൻ്റെ മക്കളെയും അതിനെ ഞാൻ ഉത്സാഹിപ്പിക്കാറുണ്ട്. അവിടെ അവരോടൊപ്പം ചെലവഴിച്ചപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. യാക്കോബ് 2-ാം അധ്യായത്തിൽ നാം കാണുന്ന പോലെ തന്നെ ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരാക്കുന്നു. ഇങ്ങനെ വിശ്വാസത്തിൽ സമ്പന്നരായ സാധുക്കളോടുകൂടെ നമുക്ക് സമയം ചെലവഴിക്കാൻ പറ്റാത്ത എന്താണ്? ഞാൻ എൻ്റെ ജീവിതത്തിൽ വളരെയധികം അവിടെ പോയതിലൂടെ ഉത്സാഹം പ്രാപിച്ചു. അതിനുവേണ്ടി എനിക്ക് അല്പം ത്യാഗം സഹിക്കേണ്ടി വരും. എൻ്റെ ബന്ധുക്കളോടൊപ്പം ആയിരിക്കാനാണ് എനിക്ക് ആഗ്രഹം. ഞാൻ കർത്താവിനെ സ്നേഹിക്കുന്നത്, അത് ത്യജിക്കണമെങ്കിൽ ഞാൻ ത്യജിക്കും, അവനുവേണ്ടി കൂടുതൽ പ്രയോജനമുള്ളവനാകാൻ. അതുകൊണ്ട് മനസാക്ഷി അത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന എന്ന് പറഞ്ഞാൽ ഇപ്പം സംഭവിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ ദൈവം ഇപ്പോഴും സംസാരിക്കുന്നു. പണ്ട് മാത്രമല്ല, നമ്മുടെ മനസാക്ഷിയോട് സംസാരിക്കുന്നു. അങ്ങനെ മാത്രമേ കർത്താവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങാൻ കഴിയൂ.